ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الإخوان اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാണിച്ചു തന്ന വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ സഹോദരി സഹോദരന്മാരായ നിങ്ങളെല്ലാവരെയും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഞാനിവിടെ ഓതി വെച്ച ഒരായത്ത് നിങ്ങളൊക്കെ ഓതിയതും പഠിച്ചതും പറഞ്ഞു കേൾക്കുന്നതുമാണ്. സൂറത്തുർ റഅദിലെ 17-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഉദാഹരണം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിലെ ഒരു പ്രതിഭാസത്തെ ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കുകയാണ്. സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്യദീന്. അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ യജമാനനായി അംഗീകരിക്കുകയും അവനെ ആരാധ്യനായി അംഗീകരിക്കുകയും അവന് കീഴ്പ്പെടുകയും അവനെ ഭയപ്പെടുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും
അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നതിനാണ് സത്യദീൻ എന്ന് പറയുന്നത്. സത്യദീനിന്റെ അടിസ്ഥാനങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയിലുമായി നമുക്ക് തന്നിട്ടുണ്ട്. ഈ സത്യത്തെ മനുഷ്യർ നിഷേധിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാലത്തും പ്രവാചകന്മാർ വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അതിനെ നിഷേധിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ അതിനെ നിഷേധിച്ചുകൊണ്ടിരുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ ധിക്കരിക്കുകയും സത്യത്തെ അംഗീകരിക്കാൻ മടിക്കുകയും പ്രവാചകന് എതിരിൽ അദ്ദേഹത്തെ ആക്രമിക്കാനും സത്യദീനിനെ തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ആ സംഭവങ്ങളൊക്കെ, അതിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളെ ഒരർത്ഥത്തിൽ സംബോധന ചെയ്തുകൊണ്ട് വേറൊരർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാകേണ്ട ഒരു വലിയ പാഠം പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പാഠമാകേണ്ട, ഓർമ്മയിലിരിക്കേണ്ട ഒരു സത്യമാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും, പ്രവാചകന്റെ കാലത്തിൽ എന്നതുപോലെ എല്ലാ കാലഘട്ടത്തിലും ധിക്കാരികളായ ആളുകൾ സത്യത്തെ നിഷേധിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. മനുഷ്യൻ സത്യത്തെ നിഷേധിക്കുന്നതിന് പ്രേരകമാകുന്നത്, അള്ളാഹുവിനെ നിഷേധിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്നതിന്, സത്യത്തെ നിഷേധിക്കുന്നതിന് പ്രേരകമാകുന്നത് അവന്റെ അഹങ്കാരമാണ്, സ്വാർത്ഥമാണ്. ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ ജീവിത സുഖങ്ങളും ആസ്വദിക്കണമെന്ന മനുഷ്യന്റെ സ്വാർത്ഥമാണ്. അധികാരം, പണം, ഭൗതികമായ ജീവിതത്തിലെ എല്ലാ സുഖഭോഗങ്ങളും ഇത് അതിരില്ലാതെ, നിയന്ത്രണമില്ലാതെ, കണക്കുകളില്ലാതെ, ചോദ്യമില്ലാതെ വാരിക്കൂട്ടുകയും തിന്നു മുടിക്കുകയും അതിൻ്റെ പ്രകടനങ്ങൾ വലിയ വലിയ സൗധങ്ങളുണ്ടാക്കി ആർഭാടപൂർവമായ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുകയും അവർക്ക് നിയമങ്ങളൊന്നും ആവശ്യമില്ല. അവരുണ്ടാക്കിയ താന്തോന്നിത്തത്തിന്റെ നിയമങ്ങളെ അവർക്ക് വേണ്ടു. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ അവർക്ക് പ്രശ്നമല്ല. അവരുടെ മാർഗദർശനത്തിന് വന്ന സത്യത്തിന്റെ പ്രവാചകനെ അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയുള്ള ജനത എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അവർക്കും നമുക്കും എന്നും പാഠമാകേണ്ട ഒരു കാര്യമാണ് ഈ ആയത്ത് പറയുന്നത്. ഞാൻ ആയത്ത് വിശദീകരിക്കാം. അൻസല മിനസ്സമായി മാഅൻ, ആകാശത്ത് നിന്ന് അല്ലാഹു മഴ വർഷിപ്പിച്ചു. ഫസാലത്ത് ഔദിയത്തുൻ, അപ്പോൾ ഈ മഴ, വെള്ളം ശക്തിയായി വർഷിച്ച് തെരുവുകളിലൂടെ ഒഴുകാൻ തുടങ്ങി. മലഞ്ചെരുവുകളിലൂടെ, തെരുവുകളിലൂടെ, ഊടുവഴികളിലൂടെ ശക്തിയായി ഒഴുകാൻ തുടങ്ങി. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിശക്തിയായി മഴ പെയ്യുമ്പോൾ വെള്ളം ഒരു തോട് പോലെ, നദി പോലെ ഒക്കെ ശക്തിയായി ഒഴുകാൻ തുടങ്ങും. കലങ്ങി മറിഞ്ഞ് നുരയും പതയുമായി. ആ ചിത്രമാണ് ഖുർആൻ സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. ഫസാലത്ത് ഔദിയത്തുൻ ബിഖദരിഹ,
മഴയുടെ തോതനുസരിച്ച് അത് ചെറു നദികളായി അല്ലെങ്കിൽ ചെറു തോടുകളായി കനാലുകളായി അത് പ്രവഹിച്ചു. ഫഹ്തമല സൈലു സബദർ റാബിയ, ആ വെള്ളപ്പൊക്കം അതിൻ്റെ മുകളിൽ കുമിളകൾ നുര പോലെ നുരകളും കുമിളകളും നിറഞ്ഞു. നമ്മുടെ ഓർമ്മയിൽ ശ്രദ്ധയിലുണ്ട്, മഴക്കാലത്ത് എല്ലാവരും കാണുന്ന കാഴ്ചയാണ്. കുത്തിപ്പാഞ്ഞ് കലങ്ങി മറിഞ്ഞ് വരുന്ന വെള്ളത്തിൽ ധാരാളം നുരകളും പതകളും കാണാൻ സാധിക്കും. ഒമിമ്മ യൂഖിദൂന അലൈഹി ഫിന്നാരി, അള്ളാഹു വേറെ സ്ഥലത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. തീയിൽ നിങ്ങൾ തീ കൊണ്ട് കത്തിച്ച് ചൂടാക്കി പാകപ്പെടുത്തുന്ന സാധനങ്ങളും ഇബ്തിഗാ ഹില്യത്തിന്, ആഭരണമുണ്ടാക്കാൻ സ്വർണം പഴുപ്പിച്ച് അത് പഴുപ്പിക്കുമ്പോൾ ഔ മതായിൻ സബദുൻ മിസ്ലുഹു, അതുപോലെ ഇരുമ്പോ ചെമ്പോ വെള്ളിയോ ലോഹങ്ങൾ ശക്തിയായി ചൂടാക്കി പഴുപ്പിച്ച് തിളപ്പിക്കുമ്പോൾ സബദും മിസ്ലുഹു, അതിലും ഇതുപോലുള്ള നുരകൾ കാണാൻ സാധിക്കും. കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാത്തില, സത്യത്തെയും അസത്യത്തെയും അല്ലാഹു ഉദാഹരിക്കുകയാണ് ചെയ്യുന്നത്. നുരയും പതയും ഒരു ഭാഗത്ത്, അതിൻ്റെ താഴെ വെള്ളം, നുരയും പതയും മുകളിലാണ്, അതിൻ്റെ താഴെ വെള്ളം, വെള്ളം താഴെയാണ്. നുരയും പതയും ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു. അതിന് നടുവിൽ വളരെ ശുദ്ധമായ ലോഹം, സ്വർണമോ വെള്ളിയോ ഇരുമ്പോ. പിന്നെ അള്ളാഹു പറയുകയാണ് ചെയ്യുന്നത്, വെള്ളത്തിൽ കലങ്ങി മറിഞ്ഞ് പതഞ്ഞു വരുന്ന വെള്ളത്തിലെ നുരയും പതയുമായാലും, ലോഹങ്ങൾ പഴുപ്പിക്കുമ്പോൾ ചൂടാക്കുകയും വെള്ളത്തിൽ ഇടുകയും ചെയ്യുമ്പോൾ വരുന്ന നുരയായാലും, നുരയും പതയുമൊക്കെ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാകുന്നതാണ്, പൊട്ടിത്തകർന്ന് ശൂന്യമായി തീരുന്നതാണ്. നൈമിഷികമായ ഒരു സാധനം, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കാഴ്ച മാത്രമാണ് നുരയും പതയും എന്ന് പറയുന്നത്. നിലനിൽക്കുന്നതല്ല എന്നാണ് പറയുന്നത്. അതിന് നിലനിൽപ്പില്ല, താൽക്കാലികമാണ്. സാധനം വലുതായി ഇങ്ങനെ കാണാൻ സാധിക്കും ചിലപ്പോൾ, പക്ഷെ അത് വളരെ താൽക്കാലികമാണെന്നാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യന് ഉപകാരമുള്ളത് ഭൂമിയിൽ അവശേഷിക്കും. വെള്ളമായാലും ലോഹമായാലും, വെള്ളമാണ് അള്ളാഹു ഇവിടെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്. മനുഷ്യന് ഉപകാരമുള്ളത് ഫയംകുസു ഫിൽ അർളി, ഭൂമിയിൽ അവശേഷിക്കും. കദാലിക യദ്രിബുല്ലാഹുൽ അംസാൽ ലിന്നാസ്, അല്ലാഹു ഇത് ജനങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം മനുഷ്യന് ഉപകാരമുള്ള
വെള്ളം പോലെ ഉപകാരമുള്ള ഒന്നായി, നുരയും പതയും ഒരു ഭാഗത്ത്, വെള്ളം അതിൻ്റെ അടിത്തട്ടിൽ, വെള്ളം അവശേഷിക്കും ഭൂമിയിൽ. മനുഷ്യന് ഉപകാരമുള്ളത് ഭൂമിയിൽ അവശേഷിക്കും. അള്ളാഹുവിന്റെ ദീനിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ദീന് മനുഷ്യന്റെ ഏറ്റവും ഉപകാരമുള്ള, അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആധാരമാണ്. അവന്റെ ജീവിതത്തിന് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന, അവന് മനസ്സമാധാനം നൽകുന്ന, അവന് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന, അവന്റെ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ടുന്ന ജീവിത മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന, ആ മൂല്യങ്ങളാണ്, ആ നന്മകളാണ് ദീന് പഠിപ്പിക്കുന്ന. അത് വിശ്വാസകാര്യങ്ങളായിരുന്നാലും ശരി, ആരാധനാകാര്യങ്ങളായിരുന്നാലും ശരി, മനുഷ്യന്റെ ഇടപാടുകളും സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നാലും ശരി, മനുഷ്യ ജീവിതത്തിൽ അവൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ കാര്യത്തിലായിരുന്നാലും ശരി, അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും ഉപകാരമുള്ളതാണ്. ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് മനുഷ്യൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന്റെ വ്യക്തി ജീവിതം ഏറ്റവും സന്തുഷ്ടവും സമാധാനപൂർണവും ഐശ്വര്യപൂർണവുമായിരിക്കും. സമൂഹം അത് പിൻപറ്റുകയാണെങ്കിൽ, ഈ ദീനിന്റെ വെളിച്ചമനുസരിച്ചാണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ, ആ ദീന് മനുഷ്യ സമൂഹത്തിന് പ്രകാശം പരത്തുന്ന, മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകുന്ന, സമാധാനത്തിന്റെയും നീതിയുടെയും കാരുണ്യത്തിന്റെയും ഏറ്റവും മഹത്തായ ഒരു തണലായി ആ സമൂഹത്തെ അല്ലാഹു മുന്നോട്ട് നയിക്കും. അങ്ങനെ ഉപകാരപ്പെടുന്ന ദീന് ഭൂമിയിൽ അവശേഷിക്കും. നുരയും പതയുമായി പതച്ചു പൊങ്ങുന്നതൊക്കെ താൽക്കാലികമായ അതിന്റെ പിത്തളാട്ടത്തിന് ശേഷം നശിച്ച് ഇല്ലാതാകും. ഈ ഉദാഹരണം ഈ ഖുതുബയിൽ വിശദീകരിക്കാൻ പ്രയാസമാണ്. എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഉദാഹരണം നമ്മുടെ ജീവിതത്തിലെ ഒരു അടിസ്ഥാനമായി മനസ്സിലാക്കണം. നമ്മൾ വ്യക്തി എന്ന നിലക്കായിരുന്നാലും ശരി, സത്യം പറയുക, സത്യസന്ധമായി ജീവിക്കുക, അല്ലാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക, ഹലാൽ ഹറാമുകൾ അനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരുമായുള്ള എല്ലാ ഇടപാടുകളിലും സൂക്ഷ്മത പാലിക്കുക, കരാറുകൾ പാലിക്കുക, അമാനത്തുകൾ സൂക്ഷിക്കുക. അങ്ങനെ ജീവിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഭൗതികമായ അർത്ഥത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കൃത്യമായി നമസ്കാരത്തിനെത്തുന്നത്, രാവിലെ ഫജ്ർ നമസ്കാരത്തിന്, സുബഹി നമസ്കാരത്തിന് കൃത്യമായി പള്ളിയിലെത്തുന്നത് പ്രയാസമുള്ള കാര്യമാണ്. നല്ല ഉറക്കത്തെ കേടുവരുത്തുന്ന, സുഖമായി ഉറങ്ങാൻ കഴിയുന്ന സമയത്ത് കൃത്യമായി നമസ്കരിക്കാൻ പള്ളിയിലെത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. പലപ്പോഴും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് ദോഷമാണ് സത്യം പറയുക എന്ന് പറയുന്നത്. കളവ് പറയും, കാര്യം നേടാൻ വേണ്ടി കളവ് പറയും. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കും, അമാനത്തുകൾ സൂക്ഷിക്കുകയില്ല, കാരണം സ്വാർത്ഥത്തിന് തടസ്സമാണ്. ഇങ്ങനെ കാണിക്കുന്നവര് ഒരർത്ഥത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആരോഗ്യവും സുഖവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. പെട്ടെന്ന് നുരയും പതയും പോലെ തകരുന്നത് കാണാൻ സാധിക്കും. ഒരു ദിവസം നമ്മൾ കേൾക്കുന്നു, ആ മനുഷ്യൻ
ആത്മഹത്യ ചെയ്തു എന്ന്. വേറൊരു ദിവസം നാം കേൾക്കുന്നു അയാളുടെ കുടുംബം ആകെ തകർന്നു എന്ന്. വേറൊരു ദിവസം നാം കേൾക്കുന്നു അയാളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഏതാണ്ട് ഭ്രാന്തനായി മാറിയിരിക്കുന്നു എന്ന്. വേറൊരു ദിവസം നമ്മൾ കേൾക്കുന്നു, വേറൊരാളെ പറ്റി നമ്മൾ കേൾക്കുന്നു, അയാളുടെ എല്ലാ കച്ചവടവും തകർന്ന് ഭയങ്കരമായ വിഷമത്തിലാണുള്ളത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നത് വിഷമമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവർ മനസ്സിലാക്കണം, അങ്ങനെയല്ല. അതൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉള്ളതാണെങ്കിലും അന്തിമമായി അള്ളാഹുവിന്റെ അനുഗ്രഹവും മനസ്സിന് സമാധാനവും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവന്റെ ഐശ്വര്യവും നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ തലങ്ങളിലും അള്ളാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വലിയ സമ്പന്നനോ കോടീശ്വരനോ പ്രതാപവാനോ കൊട്ടാരങ്ങളുടെ ഉടമയോ ഒന്നുമല്ലെങ്കിലും ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും അനുഭവിക്കുന്നവനായിരിക്കും അവൻ. സമൂഹം എന്ന നിലക്ക് നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം സമൂഹത്തിലെ തന്നെ ഇസ്ലാമികമായ ബോധം ഒരർത്ഥത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് ഇസ്ലാമികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് രണ്ടും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ബോധപൂർവമായി ലോകത്തുടനീളം പ്രചാരണം നടന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ ഇസ്ലാം വളരെ ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ പറ്റി വളരെ ശക്തമായി ആസൂത്രിതമായി പാശ്ചാത്യൻ സാമ്രാജ്യ ശക്തികളും സയനിസ്റ്റുകളും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി. അതോടൊപ്പം ചേർന്ന് നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റുകളും ഗൂഢാലോചന നടത്തി മുസ്ലിങ്ങളെ ടെററിസ്റ്റുകളാക്കി മാറ്റി. ലോകത്തുടനീളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരതയാണെന്നും മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭീകരനാണെന്നും തൊപ്പിയും താടിയും ഭീകരതയുടെ പര്യായമാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇസ്ലാമിക ലോകത്തുടനീളം ഇസ്ലാമിക ലോകം മാറ്റിവെക്കുക, ലോകത്തുടനീളം ഇസ്ലാമിനെ പറ്റിയുള്ള മതിപ്പും ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പറ്റിയുള്ള ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏതെങ്കിലും മതത്തെക്കുറിച്ച് ഇന്ന് ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചാണ്. ലോകത്തെ ഏതെങ്കിലും മതത്തെക്കുറിച്ച് ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം അള്ളാഹുവിന്റെ ദീന് മനുഷ്യന് ഉപകാരമുള്ളതാണ്, സത്യമാണ്. അത് വളർന്ന് ഉയർന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിനെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. ആ ദീനിന്റെ വളർച്ച ഇപ്പോൾ നൂറ്റാണ്ടുകളോളം അതിനടിച്ചമർത്താനുള്ള ശക്തമായ ശ്രമത്തിന് ശേഷം വളരെ മനോഹരമായി ഇസ്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാൻഡർബറിയിലെ ആർച്ച് ബിഷപ്പ് ബ്രിട്ടനിലെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ നേതാവാണ്. കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിരുന്നു. അടുത്ത കാലത്ത് അദ്ദേഹം ചെയ്ത 2 പ്രസ്താവനകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിക ബാങ്കിങ് ഏറ്റവും ആധുനികവും ഏറ്റവും ഉപകാരപ്രദവുമായ, ആധുനിക ബാങ്കിങ്ങിനേക്കാൾ വിശിഷ്ടമായ മനുഷ്യന്റെ പ്രകൃതിയുമായി ഇണങ്ങുന്ന ഏറ്റവും നല്ല സാമ്പത്തിക സമ്പ്രദായമാണെന്ന് പറഞ്ഞു. മറ്റൊരു പ്രസ്താവന അദ്ദേഹം ചെയ്തു, ഇസ്ലാമിക ശരീഅത്താണ് ബ്രിട്ടനിൽ നടപ്പാക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതുപോലെ ഇന്ന്
കാൻഡർബറിയിലെ ആർച്ച് ബിഷപ്പ് മാത്രമല്ല, ലോകത്തിലെ പ്രഗത്ഭരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടക്ക് ലോകത്തുടനീളം സംഭവിച്ച സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ലോകത്തിന്റെ മുഴുവനും സമ്പത്ത് നിമിഷങ്ങൾ കൊണ്ട് 10,000 കോടി രൂപ നഷ്ടപ്പെട്ട, മൂല്യം നഷ്ടപ്പെട്ട സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാരണം ആധുനിക ബാങ്കിംഗ് സമ്പ്രദായമാണെന്ന് പറഞ്ഞു. പലിശയിൽ അധിഷ്ഠിതമായ ആധുനിക ബാങ്കിംഗ് സമ്പ്രദായമാണ് അതിന്റെ കാരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക് ബാങ്കിങ്ങും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന നീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മൂല്യങ്ങളും ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിലെ, തുണീഷ്യയിലെ, ലബനാനിലെ, യമനിലെ, അങ്ങനെ അൾജീരിയയിലെ ഇസ്ലാമിക ലോകത്തുടനീളം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുന്നേറ്റം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റം, മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റം, ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മുന്നേറ്റത്തിന്റെ കൂടി ഭാഗമാണെന്ന് തിരിച്ചറിയേണ്ടതാണ്. അടിച്ചമർത്താൻ ശ്രമിച്ച എല്ലാ സാമ്രാജ്യ ശക്തികളുടെയും സഹായത്തോടു കൂടി അടിച്ചമർത്താൻ ശ്രമിച്ച ഇസ്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സത്യമുണ്ടല്ലോ, മനുഷ്യന് ഉപകാരമുള്ളതാണ് അല്ലാഹുവിന്റെ ദീൻ. അതിന്റെ തലത്തിൽ വ്യക്തി എന്ന നിലക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഉപകാരമുള്ള ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിന് ഉപകാരമുള്ള ഈ ദീന് നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, വ്യക്തിപരവും കുടുംബപരവും സാമൂഹികമായ എല്ലാ തലങ്ങളിലും ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാൻ, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നഷ്ടമാണ്. കാലം പറയും നഷ്ടമാണ്. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി, സ്വാർത്ഥത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങളെ, സത്യത്തെ, നീതിയെ, സമത്വത്തെ, കാരുണ്യത്തെ, ഇടപാടുകളിലുള്ള സത്യസന്ധതയെ നമ്മൾ തകർത്തു കളയാണെങ്കിൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതം തകർന്നു പോകും. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക്, നമ്മുടെ അയൽപക്കത്തേക്ക്, എല്ലാ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിലെ വാർത്തകളിലേക്ക് ആ മനുഷ്യരുടെ ജീവിതം നിങ്ങൾ പഠിക്കൂ. നശിക്കുന്ന, തകർന്നു പോകുന്ന, നശ്വരമായി ആർക്കും ഉപകാരപ്പെടാതെ, ആരുടെയും മുമ്പിൽ ഒരു മാന്യതയും ലഭിക്കാതെ തകർന്നു പോകുന്ന ജീവിതങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കൂ. സത്യസന്ധമായിരുന്നില്ല, മൂല്യനിഷ്ഠമായിരുന്നില്ല, ധാർമ്മികമായിരുന്നില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടിരുന്നില്ല, എല്ലാം പ്രകടനങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത് തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വ്യക്തി ജീവിതത്തിൽ അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാമൂഹിക ജീവിതത്തിൽ ഇവിടെ വലിയ മനോഹരമായ പള്ളിയുണ്ട്. പള്ളിയിൽ കൃത്യമായി നമസ്കരിക്കാൻ സഹോദരന്മാർ വരുന്നുണ്ട്. എന്റെ സഹോദരന്മാരെ ഇന്ന് മാഫിയ സംഘങ്ങളുടെ കൂട്ടുകച്ചവടത്തിന് കൂലിക്കാരായി പോകുന്നത് നമ്മുടെ സഹോദരന്മാരാണ്. നമ്മുടെ സഹോദരന്മാര് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാര് നിശാ ക്ലബ്ബുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരുടെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെയും മൂല്യം നിലനിർത്താൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ നാട്ടിലെ നീതി, നമ്മുടെ നാട്ടിലെ സമത്വം, നമ്മുടെ നാട്ടിലെ മനുഷ്യത്വത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, മനുഷ്യന്റെ അവകാശങ്ങൾ ഇതുയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായവരാണ് മുസ്ലിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യം അഴിമതിയുടെ പാതാളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരുന്നപ്പോൾ മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ ഒരു അണ്ണാ ഹസാരെയാണ് ഉണ്ടായത്. ഇത് ഇസ്ലാമിക സമൂഹത്തിന് അപമാനമാണെന്ന് ഞാൻ പറയും. നമ്മുടെ നാട്ടിൽ അനീതി നടക്കുമ്പോൾ അതിനെതിരിൽ പോരാടാൻ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് മുന്നോട്ട് വരാൻ കഴിയേണ്ടതുണ്ട്.
നമ്മുടെ നാട്ടിൽ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരിൽ മുന്നോട്ട് വരാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കറിയാം, മുസ്ലിങ്ങളെ ടെററിസ്റ്റുകളാക്കി, ഭീകരരാക്കി മാറ്റി ജയിലുകളിൽ അടച്ച് ആയിരക്കണക്കിന് കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങളല്ലാത്ത പല സഹോദരിമാരുമാണ് മുന്നോട്ട് വന്നത്. പേരുകൾ ഞാൻ പറയുന്നില്ല. എന്നും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രദേശത്ത്, നിങ്ങളുടെ പ്രദേശത്ത് മദ്യത്തിനും മദ്യ മാഫിയക്കുമെതിരിൽ പോരാടിയതിന്റെ പേരിൽ വധിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സഹോദരന്മാർ മുസ്ലിങ്ങളല്ല. നമ്മുടെ നാട്ടിലെ അനീതിക്കെതിരിൽ പോരാടിയതിന്റെ പേരിൽ പലപ്പോഴും ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുന്നതും ആരാണെന്ന് തിരിച്ചറിയണം. ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിന്റെ ദൗത്യം, ഇസ്ലാമിന്റെ നന്മ നമ്മുടെ സമൂഹത്തിലെ വെളിച്ചമായി മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ എന്റെ വാക്യങ്ങൾ അവസാനിപ്പിക്കും. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ ഫറൂഹാ ഫിസ് സമാ തൂതി ഉകലഹാ കുല്ല ഹീനിൻ ബിഇനി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. വളരെ മനോഹരമായ ഒരു ഉപമയാണ്. അതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠമാകേണ്ടതാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ, കലിമത്തു തയ്യിബയുടെ ഉദാഹരണം അല്ലാഹു പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? കലിമത്തു തയ്യിബ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് തുടങ്ങുന്ന ദീൻ. കശജറത്തിൻ തയ്യിബ, അത് മനോഹരമായ, വിശിഷ്ടമായ, വിശുദ്ധമായ ഒരു വൃക്ഷം പോലെയാണ്, ഒരു പുണ്യവൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേര് ഭൂമിയിൽ ആഴത്തിൽ ആണ്ടിറങ്ങിയതാണ്, ശക്തമാണ്. കാറ്റിലും കോളിലും ഉലക്കാത്ത, ഭൂമി കുലുക്കത്തിന് തകർക്കാൻ കഴിയാത്ത, അധികം ഭൂമിയിൽ ആഴത്തിൽ വേരൂന്നിയ ശക്തമായ ഒന്നാണ് അത്, ആ വൃക്ഷം. അതിന്റെ ശാഖകൾ ആകാശത്ത് പടർന്നു പന്തലിച്ചിരിക്കുന്നു. അതിന്റെ ഫലങ്ങൾ എല്ലാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുന്നു അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ. വിശ്വാസിയായ മനുഷ്യൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബായ കിറാമിന്റെ കൂടെ ഇരിക്കുമ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, വിശ്വാസിയായ മനുഷ്യന്റെ ഉദാഹരണമായ ഒരു വൃക്ഷം പറയൂ എന്ന് പറഞ്ഞു. അവർ ഈത്തപ്പനയാണ് പറഞ്ഞത്. നബി ചോദിച്ചു, എന്താണ് കാരണം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതിന്റെ എല്ലാ അംശവും ഉപകാരമുള്ളതാണ്. വിറകായും ഭക്ഷണമായും വീടിന് മേയാനുള്ളതായും തടിയായും എല്ലാ നിലക്കും ഉപകാരമുള്ളതാണ്. ഇന്നായിരുന്നെങ്കിൽ, നമ്മളോടാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ പറയും തെങ്ങാണെന്ന് പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസിയുടെ ഉദാഹരണം പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഖുർആനിലൂടെ പറയുന്നത്, ആഴത്തിൽ വേരൂന്നിയ, ആകാശത്ത് പടർന്നു പന്തലിച്ച, എല്ലാ കാലത്തും ഫലം നൽകുന്ന വൃക്ഷം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാലത്തും ഫലം നൽകുന്ന വൃക്ഷം. വൃക്ഷമല്ല, വിശ്വാസി, സത്യവിശ്വാസികളുടെ സമൂഹം എല്ലാ കാലത്തും ഫലം നൽകുന്ന വൃക്ഷമാണ്. ആണോ? അങ്ങനെയാണോ? വളരുന്ന, ഉയരുന്ന, നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന്, ഇസ്ലാമിന്റെ നന്മകൾ ഉയർത്തിപ്പിടിച്ച്, വെളിച്ചം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ച് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പറയുമ്പോൾ, ഇസ്ലാമിക ബാങ്കിങ്ങിന്റെ മഹത്വത്തെക്കുറിച്ച് ലോകം മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അഭിമാനിക്കുന്ന നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പലിശ ഇടപാടിലാണ് അപ്പോഴും ഉള്ളത്. നമുക്ക് സമാന്തരമായ ഒരു സംവിധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ സാധിക്കുന്നില്ല. സർക്കാരിന്റെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പലിശയിൽ അധിഷ്ഠിതമല്ലാത്ത, മനുഷ്യന് കടം കൊടുക്കാനും ഇടപാട് ചെയ്യാനും കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? നമ്മുടെ സമൂഹത്തിൽ അനീതികൾ നടക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ മൗനമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഇസ്ലാം അതല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ ദീന്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം,
സ്വന്തം വായ് കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. നിഷേധികൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മൾ. ഞാൻ പറയുന്നത് എനിക്ക് സന്തോഷമാണ്. പള്ളിയിൽ ധാരാളമായി ചെറുപ്പക്കാർ വരുന്നു, ആരാധനകളിൽ നിഷ്ഠയുള്ളവരായിത്തീരുന്നു, സന്തോഷമാണ്. പക്ഷെ ഞാൻ പറയുന്നു, പള്ളിയിൽ മാത്രമല്ല ഇസ്ലാം, ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകണം. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. സത്യത്തിന്റെ, നീതിയുടെ, കാരുണ്യത്തിന്റെ, സമത്വത്തിന്റെ, മാനവികതയുടെ ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രകാശമായി, പ്രകാശിക്കുന്ന വിളക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശേഷിപ്പിച്ചതുപോലെ ഒരു പ്രകാശിക്കുന്ന വിളക്കായി സത്യവിശ്വാസിക്ക് മാറാൻ കഴിയേണ്ടതുണ്ട്. ഒരു പ്രകാശിക്കുന്ന വിളക്കായി സത്യവിശ്വാസികളുടെ സമൂഹത്തിന് മാറാൻ കഴിയേണ്ടതുണ്ട്. അന്നേ നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ അഭിമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ മാറി നിന്ന് നോക്കി നിന്ന് എന്റെ ജീവിതത്തിലെ സ്വാർത്ഥമെല്ലാം ഉപയോഗപ്പെടുത്തി ഭാഗികമായി മാത്രം ഇസ്ലാമിനെ സ്വീകരിക്കുകയും ലോകത്ത് ഇസ്ലാം ഉയരുമ്പോൾ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് കാപട്യമാണെന്ന് ഞാൻ പറയും. ആത്മാർത്ഥമായി ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ വ്യക്തി എന്ന നിലക്കായിരുന്നാലും സമൂഹം എന്ന നിലക്കായിരുന്നാലും നശിച്ചു പോകും. നശിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളുടെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. നാഗരികതകളുടെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ കാലത്തും എല്ലാ സമൂഹവും നിലനിൽക്കുകയില്ല. നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് ഖുർആൻ പറഞ്ഞത് ഉപകാരമുള്ളതായിരിക്കണമെന്നത്. ഉപകാരമുള്ളതാണോ, മനുഷ്യന് ഉപകാരമുള്ളതാണോ ഇസ്ലാം എന്ന് പഠിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ഉപകാരമുള്ള ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർള് മാ ലഹാ മിൻ ഖറാർ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയദുല്ലുല്ലാഹു അൽ-ളാലിമൂന വയഫഅലുല്ലാഹു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച ആയത്തിന്റെ തുടർച്ചയായ ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഓതിയത്. ഒമസലു കലിമത്തിൻ ഹബീസത്തിൻ, ചീത്ത വൃക്ഷത്തിന്റെ ഉദാഹരണം, മ്ലേച്ഛമായ മലിനമായ വൃക്ഷത്തിന്റെ ഉദാഹരണം. നേരത്തെ വിശിഷ്ടമായ വിശുദ്ധമായ വൃക്ഷത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. മലിനമായ വൃക്ഷത്തിന്റെ ഉദാഹരണം വമസലു കലിമത്തിൻ ഹബീസത്തിൻ കശജറത്തിൻ ഹബീസത്തിൻ, ഒരു മ്ലേച്ഛമായ വൃക്ഷം പോലെയാണ്. മ്ലേച്ഛമായ വചനത്തിന്റെ ഉദാഹരണം സത്യത്തിന്റെ ദീനല്ലാത്ത എല്ലാ ആദർശങ്ങളുടെയും എല്ലാ തത്വശാസ്ത്രങ്ങളുടെയും ജീവിത രീതികളുടെയും ഉദാഹരണം ഭൂമിയിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട വേരുകളില്ലാത്ത ഒരു വൃക്ഷം പോലെയാണ്. മാലഹാമിൻ ഖറാർ, അത് നിലനിൽക്കുകയില്ല, കാറ്റിൽ തകർന്നു പോകും, ഭൂമികമ്പത്തിൽ തകർന്നു പോകും, ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ തകർന്നു പോകുമെന്നാണ് അതിനർത്ഥം. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിലനിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു പോകും. മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. വൃക്ഷം ഉദാഹരണം മാത്രമാണ്, നമ്മെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനമായി അള്ളാഹുവിലുള്ള വിശ്വാസമില്ലെങ്കിൽ, അള്ളാഹുവുമായുള്ള ബന്ധം ശക്തമല്ലെങ്കിൽ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തകർന്നു പോകുമെന്നാണ് പറയുന്നത്. വേരുകളില്ലാത്ത വൃക്ഷം പോലെ തകർന്നു വീണു പോകും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി